നമ്മൾ ഇതുവരെ പ്രധാനപ്പെട്ട 3 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചു. അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷറിനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ ഓസ്മോസിസ് എന്ന ടേം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ഓർത്തെടുത്താലോ. ഒന്ന് നോക്കൂ. റോ മാംഗോസ് ഷ്രിവൽ വെൻ പിക്കിൾഡ് ഇൻ ബ്രൈൻ. അതായത് നമ്മൾ സാധാരണയായി കാണുന്ന ഒരു ഉദാഹരണമാണ്, സാധാരണയായി നമ്മളിപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. നല്ല പച്ച മാങ്ങ എടുത്ത് ബ്രൈൻ സൊല്യൂഷനിൽ, എന്താണ് ബ്രൈൻ സൊല്യൂഷൻ? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് കലക്കിയ സൊല്യൂഷനെയാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ കെമിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനെയാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. റോ മാംഗോ ഷ്രിവൽ വെൻ പിക്കിൾഡ് ഇൻ ബ്രൈൻ. ബ്രൈൻ സൊല്യൂഷനിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നല്ല പച്ചമാങ്ങ ഷ്രിവലാവുന്നത് അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യുന്നത് കാണാൻ കഴിയും. നമുക്ക് കാണാം സാധാരണയായി കണ്ണിമാങ്ങ ഒക്കെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിങ്ങനെ ചുക്കി ചുളിഞ്ഞ പോലെ കാണാം അല്ലേ? അതൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിളായിട്ട് വിൽറ്റഡ് ഫ്ലവേഴ്സ് റിവൈവ് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ. വാടിപ്പോയ റോസാപ്പൂക്കളെയൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ വെച്ച് നോക്കൂ, തണ്ടോടുകൂടെ നമുക്ക് കാണാം അത് നല്ല ഫ്രഷായി വീണ്ടും ഒന്നുകൂടെ വിരിഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുപോലെ ബ്ലഡ് സെൽസ് കൊളാപ്സ്ഡ് വെൻ സസ്പെൻഡഡ് ഇൻ സലൈൻ വാട്ടർ. സലൈൻ വാട്ടറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സെൽസ് കൊളാപ്സ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് എല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമിനെയാണ്. ആ ടേമാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിന് മുമ്പേ തന്നെ ഈ 3 എക്സാമ്പിൾസിലും കോമൺ ആയിട്ട് കണ്ട ഒരു കാര്യം എന്താണെന്ന് നോക്കാം. ഈ 3 എക്സാമ്പിൾസിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെയെല്ലാം ഒരു മെമ്പറൈൻ്റെ പ്രസൻസ് ഉണ്ട്. അതായത് പച്ചമാങ്ങ ഉപ്പുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് ഷ്രിങ്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് കാണാം ഒരു മെമ്പറൈൻ്റെ പ്രസൻസ്. എന്താണ് ആ മെമ്പറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയർ അല്ലേ? ഈ മെമ്പറൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി പെർമിയബിൾ മെമ്പറൈൻ, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ നമ്മൾ പറയും SPM. എന്താണ്? സെമി പെർമിയബിൾ മെമ്പറൈൻ. സെമി പെർമിയബിൾ മെമ്പറൈൻ. ഈ ഒരു മെമ്പറൈൻ വഴിയാണ് ഇത്തരത്തിലുള്ള റിയാക്ഷനുകൾ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് മാറ്റങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ സെമി പെർമിയബിൾ മെമ്പറൈനായി ആക്ട് ചെയ്യുന്നത്? സാധാരണയായി പിഗ് ബ്ലാഡേഴ്സ്, പിഗിൻ്റെ യൂറിനറി ബ്ലാഡർ ഒരു സെമി പെർമിയബിൾ മെമ്പറൈനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പാർച്ച്മെൻറ്റ് പേപ്പേഴ്സ്, നമുക്കറിയാം ഇന്ന് നമ്മുടെ ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള പാർച്ച്മെൻറ്റ് പേപ്പേഴ്സ് ഒരു സെമി പെർമിയബിൾ മെമ്പറൈനായി ആക്ട് ചെയ്യുന്നു. അതുപോലെ ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടാക്കുന്ന സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള സെല്ലോഫെയിൻ ഷീറ്റ്സ്, ഇവയെല്ലാം ഒരു തരത്തിൽ സെമി പെർമിയബിൾ മെമ്പറൈൻസ് ആണ്. ഇങ്ങനെ സെമി പെർമിയബിൾ മെമ്പറൈൻസ് വഴിയാണ് ഈ റിയാക്ഷനുകൾ അല്ലെങ്കിൽ ഈ ഒരു മാറ്റങ്ങൾ എല്ലാം നടക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ ഒരു എല്ലാ എക്സാമ്പിൾസിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഓസ്മോസിസ് ആണ്. അതുകൊണ്ട് തന്നെ ഓസ്മോസിസ് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. എന്താണ് ഓസ്മോസിസ് എന്ന് നമുക്ക് പഠിക്കാം. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് വി ക്യാൻ എക്സ്പ്ലെയിൻ ബൈ ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അതായത് നമ്മൾ ഒരു സൊല്യൂഷനെയും സോൾവെൻറ്റിനെയും ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇത്തരം ഒരു മിക്സ്ചറിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു സെറ്റപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സോൾവെൻറ്റ് മോളിക്യൂൾസ് സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓസ്മോസിസ്? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം സോൾവെൻറ്റ് ടു ദ സൊല്യൂഷൻ. ഇവിടെ സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, സൊല്യൂട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നേ ഇല്ല. ഇത്തരം മൂവ്മെൻറ്റ് സാധാരണയായി നടക്കുന്നത് ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ വഴിയാണ്. എന്താണ് സെമി പെർമിയബിൾ മെമ്പറൈൻ്റെ പ്രത്യേകത?
ഇത്തരത്തിലുള്ള സെമി പെർമിയബിൾ മെംബ്രെയിനിന് വളരെ വളരെ സ്മോൾ പോർസ് ഉണ്ടാവും. അതുകൊണ്ട് ഈ പോർസ് വഴി സോൾവെൻറ്റ് മോളിക്യൂൾസിന് മാത്രമേ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. സൊല്യൂട്ട് മോളിക്യൂൾസിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു പ്രോസസ്സിനെയാണ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് ഡൈല്യൂട്ട് സൊല്യൂഷനെയും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. നമുക്ക് കാണാം ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നിന്ന് സോൾവെൻറ്റ് മോളിക്യൂൾസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട്. ഇതും ഓസ്മോസിസിൻ്റെ എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഓസ്മോസിസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം സോൾവെൻറ്റ് to solution or from dilute solution to concentrated solution across a semi-permeable membrane when they are separated by a semi-permeable membrane. ഒരു സൊല്യൂഷനെയും സോൾവെൻറ്റിനെയും സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ സോൾവെൻറ്റിൽ നിന്ന് സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി. ഈ ഒരു ഫ്ലോ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഓസ്മോസിസുമായി ബന്ധപ്പെട്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? അതറിയാനായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് വഴി അതിനെ ഡിറ്റർമിൻ ചെയ്യാം. നമ്മളിവിടെ കാണുന്നത് ഒരു ബീക്കറിൽ സോൾവെൻറ്റ് എടുത്തിരിക്കുന്നു. ഈ സോൾവെൻറ്റിലേക്ക് ഒരു തിസിൽ ഫണൽ ഇൻവേർട്ടഡായി ഇറക്കി വെച്ചിട്ടുണ്ട്. തിസിൽ ഫണലിൻ്റെ ഉൾഭാഗത്ത് സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. ഈ സൊല്യൂഷനെയും സോൾവെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിനായി ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷൻ മോളിക്യൂൾസിലേക്ക് അല്ലെങ്കിൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം ദ സോൾവെൻറ്റ് മൂവിങ് ടു ദ സൊല്യൂഷൻ. അതിൻ്റെ ഫലമായി സൊല്യൂഷൻ്റെ അളവ് നോക്കൂ. സൊല്യൂഷൻ ഇത്ര ഉണ്ടായിരുന്നത് ഇത്രയും കൂടെ ഹൈറ്റ് കൂടി അല്ലേ? അതായത് നമുക്ക് എന്ത് പറയാം? എന്താണ് ഓസ്മോസിസ്? ദ മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ദ മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇവിടെ സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ കൂടുതൽ അക്യുമുലേഷൻ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? സൊല്യൂഷനിൽ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. ആ പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. സോൾവെൻറ്റ് മോളിക്യൂൾസ് സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു പ്രഷർ, സൊല്യൂഷനിൽ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഒരു പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ റെപ്രസെൻ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ടേമാണ് പൈ എന്നത്. പൈ എന്ന ടേം ഉപയോഗിച്ച് ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് മെഷർ ചെയ്യാം. പൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. പൈ ഈസ് ഈക്വൽ ടു h/ρg. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓസ്മോസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഓസ്മോസിസുമായി ബന്ധപ്പെട്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ 2 ബീക്കേഴ്സ് എടുത്തിരിക്കുന്നു. ഒരു ബീക്കറിൽ സൊല്യൂഷനും തൊട്ടടുത്ത ബീക്കറിൽ സോൾവെൻറ്റും, പ്യുവറായിട്ടുള്ള സോൾവെൻറ്റും എടുത്തിരിക്കുന്നു. ഇവയെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ പ്ലേസ് ചെയ്തിരിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുക? നമുക്കറിയാം ഓസ്മോസിസ് എന്ന പ്രോസസ്സ് നടക്കും. എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസിൻ്റെ ഫലമായിട്ട് സോൾവെൻറ്റ് മോളിക്യൂൾസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴും ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുമോ? സോൾവെൻറ്റിൽ നിന്നും സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അവരൊരു ഇക്വിലിബ്രിയത്തിലെത്തുന്നു. ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ മൂവ്മെൻറ്റ് നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു നമുക്ക് പറയാം. ഇത്തരത്തിൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായി സൊല്യൂഷനിൽ ഒരു എക്സ്ട്രാ പ്രഷർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ആ പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്.
ഇത്തരത്തിൽ ഉണ്ടാകുന്ന ആ ഓസ്മോട്ടിക് പ്രഷറാണ് സോൾവെന്റ് മോളിക്യൂൾസിനെ സൊല്യൂഷനിലേക്കുള്ള മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്നത്. അതായത് ഇവിടെ ഈ ഫിഗറിൽ കാണാൻ കഴിയും, സോൾവെന്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ എവിടേക്കാണോ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ആ കമ്പാർട്ട്മെൻറ്റിൽ, അതായത് സൊല്യൂഷനിൽ ഒരു എക്സ്ട്രാ പ്രഷർ രൂപപ്പെടുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം PATM പ്ലസ് പൈ. ആ എക്സ്ട്രാ പ്രഷർ പൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പറയാം, ദ പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്സ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ടു ദ സൊല്യൂഷൻ ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇവിടെ സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് സോൾവെന്റ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെ തടയുന്ന അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രഷർ ഏതാണോ ആ പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓസ്മോസ് എന്താണെന്ന് കണ്ടു, ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നും കണ്ടു. ഓസ്മോട്ടിക് പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്താണ്? പൈ എന്നാണ്. പൈ. അപ്പോൾ എക്സ്ട്രാ പ്രഷർ വിച്ച് ഇസ് ഡെവലപ്ഡ് ഇൻ ദ സൊല്യൂഷൻ സൈഡ് ആസ് എ റിസൾട്ട് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് solvent molecules from solvent to solute. That pressure stops the flow of solvent to the solution and that pressure is known as osmotic pressure. ഇനി ഓസ്മോട്ടിക് പ്രഷർ എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഓസ്മോട്ടിക് പ്രഷറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ദ എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ടു എ സൊല്യൂഷൻ ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്. അതായത് സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സസ് പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്. അതായത് നമുക്ക് പറയാം, ടു സ്റ്റോപ്പ് ദ പാസേജ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ടു ദ സൊല്യൂഷൻ. സോൾവെന്റ് മോളിക്യൂൾസ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നത് തടയാനായിട്ട് സൊല്യൂഷൻ്റെ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഓസ്മോട്ടിക് പ്രഷറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഓസ്മോട്ടിക് പ്രഷർ സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓസ്മോട്ടിക് പ്രഷർ എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. From experiments or experiment shows that for dilute solutions, osmotic pressure is directly proportional to molarity. Osmotic pressure എന്നത് molarity of a solution directly proportional ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം, molarity എന്ന് പറയുന്നത് it is a kind of concentration representation അല്ലേ? അതുകൊണ്ട് തന്നെ pi is directly proportional to C എന്ന് എഴുതാം. Proportionality constant മാറ്റുമ്പോൾ ഈ ഇക്വേഷൻ പൈ ഈസ് ഈക്വൽ ടു CRT എന്നാകുന്നു. അപ്പോൾ എന്താണ് C? C എന്ന് സൂചിപ്പിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആണ്. R എന്നുള്ളത് ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ T എന്നുള്ളത് ടെമ്പറേച്ചർ ആണ്. നമുക്ക് പറയാം പൈ ഈസ് ഈക്വൽ ടു അഥവാ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഈക്വൽ ടു CRT. C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, R ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകം ഓർക്കണം, ഓസ്മോട്ടിക് പ്രഷർ എന്നത് സൊല്യൂട്ടിൻ്റെ നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടു അല്ലേ? അതായത് ഓസ്മോട്ടിക് പ്രഷർ ഒരു സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ എമൗണ്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊന്ന് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെ തുടങ്ങാം. നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ പൈ എന്ന് പറയുന്നത് എന്താണ്? പൈ ഈസ് ഈക്വൽ ടു CRT. C കോൺസെൻട്രേഷൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, R ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, T റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ആണ്. ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ളത് മൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ടേം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? N2/V എന്ന് എഴുതാം. എന്താണ് N2?
N2 എന്നാൽ സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. V എന്ന് പറയുന്നത് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. വേർ N2 ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. V ഈസ് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ πV ഈസ് ഈക്വൽ ടു N2RT എന്ന് സൂചിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് W2 എന്നതാണ് സൊല്യൂട്ടിൻ്റെ മാസും M2 എന്നത് സൊല്യൂട്ടിൻ്റെ മോളാർ മാസുമാണെങ്കിൽ ആ ഒരു കൺസിഡറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇഫ് W2 gram of solute, if W2 gram of solute of molar mass M2 of molar mass M2 is present in the solution, സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാസ് എന്ന് പറയുന്നത് W2ഉം മോളാർ മാസ് M2 എന്നും നമ്മൾ എടുക്കുകയാണെങ്കിൽ N2 എന്നതിന് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? N2 is equal to W2 divided by M2 എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ πV എന്ന ഇക്വേഷൻ എന്തായി മാറും? πV is equal to W2 by M2 into RT എന്ന് എഴുതാം. നമുക്കറിയാവുന്ന പോലെ തന്നെ സൊല്യൂട്ടിൻ്റെ മോളാർ മാസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? M2 എന്ന ഫോമിലേക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതൂ. M2 is equal to W2 RT divided by πV എന്ന് എഴുതാവുന്നതാണ്. ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്നത് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് എന്ന പ്രോപ്പർട്ടിയുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ. നേച്ചർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് ഓസ്മോട്ടിക് പ്രഷറിനെ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കാം. ഇത്തരത്തിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓസ്മോട്ടിക് പ്രഷർ അറിഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് M2 is equal to W2RT by πV. നമ്മൾ പഠിച്ച 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്നും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിനാണ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിന് ഒരുപാട് അപ്ലിക്കേഷൻസും ഉണ്ട്. സാധാരണയായിട്ട് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെത്തേഡെല്ലാം സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ മാക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈസ് കൂടിയ മോളിക്യൂൾസിൻ്റെ എല്ലാം മോളാർ മാസ് മെഷർ ചെയ്യാനായിട്ട് സാധാരണയായി എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ മെത്തേഡിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ ഡിറ്റർമിനിങ് ദ മോളാർ മാസ് ഓഫ് പോളിമേഴ്സ്, പ്രോട്ടീൻസ് ആൻഡ് അതർ മാക്രോമോളിക്യൂൾസ്. നമ്മൾ സാധാരണയായി കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മാക്രോമോളിക്യൂൾസ്, സൈസ് കൂടിയ മോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, പോളിമേഴ്സ്, അതുപോലെയുള്ള ഡിഫറെൻറ്റ് മാക്രോമോളിക്യൂൾസിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. പല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ഓസ്മോട്ടിക് പ്രഷറിനാണ്. എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ അഡ്വാൻറ്റേജ് ആകുന്നത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ പൈ മെഷർ ചെയ്യുന്നത് സാധാരണയായി റൂം ടെമ്പറേച്ചറിലാണ്. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. മെഷർമെൻറ്റ് ഓഫ് പൈ ഈസ് അറൗണ്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. ഒന്ന് ആലോചിച്ച് നോക്കൂ,
ചില മോളിക്യൂൾസിനെല്ലാം നമ്മൾ ഹീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോഴെല്ലാം മോളിക്യൂൾസിന് ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻസോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലായതുകൊണ്ട് ഇത്തരത്തിൽ മാക്രോ മോളിക്യൂൾസിൻ്റെ എല്ലാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നതിന് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് കൂടുതൽ അഡ്വാൻറ്റേജ് ആകുന്നു. നമുക്ക് പറയാം മെഷർമെൻറ്റ് ഓഫ് ദിസ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് അറൗണ്ട് ദ റൂം ടെമ്പറേച്ചർ. ഇതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴും നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് മൊളാരിറ്റി ടേംസിലാണ്, അല്ലേ? ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം നമ്പർ ഓഫ് മോൾസ് ടു ദ വോളിയം ആണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ലാബോറട്ടറികളിലെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷൻസ് കൂടുതലും മൊളാർ ടേംസിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എളുപ്പത്തിൽ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാനും അവയുടെ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യാനും സാധിക്കും. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ പോലും ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ആ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ പോലും അതിലെ മൊളാർ മാസ്, സൊല്യൂട്ടിൻ്റെ മൊളാർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. കൂടുതൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഡൈല്യൂട്ട് സൊല്യൂഷൻസ് എടുത്താൽ പോലും ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതിനോട് റിലേറ്റ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മൊളാർ മാസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ലാർജ് ഈവൻ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻസ്. ഇവ മൂന്നുമാണ് പ്രധാനമായിട്ടും ഈ ഒരു മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, മെഷർമെൻറ്റ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് അറൗണ്ട് ദ റൂം ടെമ്പറേച്ചർ. Molarity of the solution is used instead of molality. Its magnitude is large even for dilute solutions. ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒരുപാട് അപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓസ്മോസുമായി ബന്ധപ്പെട്ട് കുറച്ച് സൊല്യൂഷൻസിനെ പറ്റിയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണ്. എന്താണ് ഐസോട്ടോണിക്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഐസോ മീൻസ് സെയിം. ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസ് നമ്മൾ എടുക്കുന്നു. ഈ രണ്ട് സൊല്യൂഷൻസിൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അവ രണ്ടും സെയിം ഓസ്മോട്ടിക് പ്രഷർ കാണിക്കുകയാണെങ്കിൽ അത്തരം സൊല്യൂഷൻസിനെയാണ് ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ടു സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. These solutions are called isotonic solutions. എന്താണ് ഈ ഐസോട്ടോണിക് സൊല്യൂഷൻസിൻ്റെ പ്രത്യേകത? നമ്മൾ ഇത്തരത്തിലുള്ള രണ്ട് സൊല്യൂഷൻസിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഓസ്മോസിസ് നടക്കില്ല. കാരണം രണ്ട് സൊല്യൂഷൻസിൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ് അല്ലെങ്കിൽ സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ സോൾവെൻറ്റ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഓസ്മോസിസ് നടക്കില്ല എന്ന് പറയാനായിട്ട് കഴിയും. ഇതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻസിൻ്റെ പ്രത്യേകത. ഈ ഐസോട്ടോണിക് സൊല്യൂഷൻസിന് നമ്മുടെ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ദ ഓസ്മോട്ടിക് പ്രഷർ അസോസിയേറ്റഡ് വിത്ത് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ബോഡി സെൽ ഈസ് ഇക്വാലൻറ്റ് ടു ദാറ്റ് ഓഫ് 0.9% മാസ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതായത് നമ്മുടെ ബോഡി സെല്ലിന് ഉള്ളിലുള്ള ഫ്ലൂയിഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് 0.9% മാസ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായി ഇൻ്റർവേനസ് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കാറുണ്ട് അല്ലേ? ഇൻ്റർവേനസ് ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇഞ്ചക്ഷൻ എടുക്കുന്നതിനേക്കാളും മുമ്പ് ഈ മരുന്ന് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനുമായിട്ട് അല്ലെങ്കിൽ ബ്രൈൻ സൊല്യൂഷനായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അവിടെ ഓസ്മോസിസ് നടക്കില്ല. ബിക്കോസ് രണ്ടിനും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആയതുകൊണ്ട്. ഇത്തരത്തിലുള്ള സൊല്യൂഷൻസാണ്
ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ടേംസിൽ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി 2 തരത്തിലുള്ള സൊല്യൂഷൻസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആൻഡ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. എന്താണ് ഹൈപ്പർട്ടോണിക്, എന്താണ് ഹൈപ്പോട്ടോണിക് എന്നൊന്ന് പഠിക്കാം. അതിന് നമ്മൾ 2 സൊല്യൂഷൻസ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. വി ആർ കൺസിഡറിങ് 2 സൊല്യൂഷൻസ് വിത്ത് ഡിഫറൻറ്റ് ഓസ്മോട്ടിക് പ്രഷർ. 2 ഡിഫറൻറ്റ് ഓസ്മോട്ടിക് പ്രഷറിലുള്ള 2 സൊല്യൂഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ കൂടിയ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. അതേസമയം കുറവ് ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. അതായത് ഇഫ് യു ആർ കമ്പയറിംഗ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 2 സൊല്യൂഷൻസ്, the solution which are having higher osmotic pressure is known as hypertonic solution, and the solution which is having lower osmotic pressure as compared to the other is known as hypotonic solutions. 3 ടേംസും ഒന്ന് ഓർത്ത് വയ്ക്കണം. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണ്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്താണ്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്താണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനെയും ഹൈപ്പർട്ടോണിക് സൊല്യൂഷനെയും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവിടെ സംഭവിക്കുക? നമുക്ക് പറയാം, ഇഫ് 2 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ഓസ്മോട്ടിക് പ്രഷേഴ്സ് are separated by a semi-permeable membrane, the solvent molecules from hypotonic solutions flow to the hypertonic solution. അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ കുറവുള്ള ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്നും ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്ക് സോൾവൻറ്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യും. അതാണ് സംഭവിക്കുക. ഓർത്തിരിക്കണം, എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനെയും ഹൈപ്പർട്ടോണിക് സൊല്യൂഷനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ അപ്ലൈ ചെയ്താൽ സംഭവിക്കുക എന്നുള്ളത്. അതായത് ഏറ്റവും കുറഞ്ഞ ഓസ്മോട്ടിക് പ്രഷറുള്ള ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്നും കൂടിയ ഓസ്മോട്ടിക് പ്രഷറുള്ള ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്ക് സോൾവൻറ്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു.